വീണ്ടും വെഞ്ഞാറമൂടിലേക്ക് പോവുകയാണ്. അവിടെ 4 മൃതദേഹങ്ങൾ ഖബറടക്കുന്നതിനുള്ള സമയമായിരിക്കും. അഫ്സാന്റെ മൃതദേഹം പാങ്ങോടേക്ക് കൊണ്ടുപോവുകയാണ്. വലിയൊരു ജനാവലി തന്നെ അവിടെ എത്തിയിരിക്കുന്നു. തികച്ചും വൈകാരികമായ രംഗങ്ങളാണ്. മതപരമായ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അഫ്സാന്റെ മൃതദേഹം കൂടെ കൊണ്ടുപോവുകയാണ് മസ്ജിദിനകത്തേക്ക്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഫീദ്, വലിയൊരാൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അന്ത്യയാത്ര തുടങ്ങിയിരിക്കുന്നു. വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് അവിടെ നിന്ന്. ഷഫീദ്, പറയൂ. അവസാനമായി കണ്ടു തീർക്കാൻ ആരൊക്കെയുണ്ട് എന്നുള്ള പതിവ് ചോദ്യം അത് ഈ പൊതുദർശന സമയത്ത് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുന്നു പേരുമല ജംഗ്ഷനിലേക്ക്. പക്ഷേ അഫ്സാനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കാരണം വൈകിട്ടുള്ള നമസ്കാരത്തിന് മുൻപ് മൃതദേഹം കബറടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് 7ഓളം കിലോമീറ്റർ ഉണ്ട് നമ്മളെ ഈ ജുമാ മസ്ജിദിൽ. അതായത് അഫ്സാന്റെ മുത്തശ്ശി അടക്കം ഇപ്പോൾ അവരുടെ മൃതദേഹം അടക്കം കൊണ്ടുവന്നിരിക്കുന്ന ജുമാ മസ്ജിദിലേക്ക് അത്രയും ദൂരമുണ്ട്. പക്ഷേ ആളുകൾ പേരുമല ജംഗ്ഷനിൽ അഫ്സാനെ അവസാനമായൊരു നോക്ക് കണ്ടു തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മൃതദേഹം ഇനിയും ഇവിടെ ഇങ്ങനെ വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായാലും പൊതുദർശനത്തിന് വെച്ചാൽ അതൊരുപാട് വൈകും എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വന്തം നാട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി അഫ്സാന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലായിരിക്കും ഇവർക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പം അഫ്സാനും കബറൊരുങ്ങുക. പേരുമല ഇപ്പോൾ ഈ ആംബുലൻസ് കടന്നു പോകുന്നത് പേരുമലയിലെ അഫ്സാൻ ഇന്നലെ വൈകിട്ട് 5:30 വരെ ജീവനോടുണ്ടായിരുന്ന ആ വീട്ടിലാണ്. ആ റോഡിലേക്ക് അഫ്സാൻ കളിച്ചു വളർന്ന, അഫ്സാൻ ജീവിച്ച ആ റോഡിലേക്ക് ആ റോഡിലൂടെ ആ നാട്ടിലൂടെ അഫ്സാൻ അവസാന യാത്ര പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്യന്തം വൈകാരികമാണ്. കണ്ണു നിറയാതെ കാഴ്ചകൾ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം വൈകാരികമായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഇവിടെ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. അവസാനമായി അഫ്സാനുമായി പോകുന്നത് ആംബുലൻസ് പോകുന്നത് അഫ്സാന്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4:30 സ്കൂൾ ബസ് വന്നിറങ്ങിയത് അഫ്സാൻ പോകുന്ന ഭാഗത്താണ്. അതിൽ കൂടി വീണ്ടും ആംബുലൻസ് അങ്ങോട്ടേക്ക് പോകുന്നു. ഇനി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് പോവുക ജുമാ മസ്ജിദിലേക്കാണ്. അവിടെ വൈകിട്ടത്തെ പ്രാർത്ഥനാ സമയത്തിന് മുൻപ് ഈ കബറടക്കമടക്കമുള്ള കാര്യങ്ങൾ നടത്തും. മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളും അവിടെ നടത്തും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഈ കബറടക്കം പൂർത്തിയാക്കും. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങൾ അത് പോലീസ് നടത്തി വരികയാണ്. ഈ വിഷയത്തിൽ ഈ നാടൊന്നാകെ അഫ്സാന്റെ സുഹൃത്തുക്കൾ ഒരു മതിലിൽ ചാരി നിന്ന് കണ്ണു നിറയുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വൈകാരികമായ കാഴ്ചകൾ അത് ഈ ജംഗ്ഷനിൽ നമ്മൾ അല്പസമയം മുൻപ് ഈ പൊതുദർശന വേളയിൽ കണ്ടു എന്നുള്ളതാണ്. പേരുമല ജംഗ്ഷൻ കരയുകയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർ കരയുകയായിരുന്നു. അഫ്സാന്റെ സുഹൃത്തുക്കൾ കരയുകയായിരുന്നു. അഫ്സാന്റെ അധ്യാപകർ കരയുകയായിരുന്നു. അങ്ങനെ ഇവിടെ കൂടിയിട്ടുള്ള അഫ്സാനെ അവസാനമായിട്ട് നോക്കി കാണാൻ വന്ന ആളുകളൊക്കെ കരയുന്നത് നമ്മൾ ഇവിടെ കണ്ടു. വളരെ ഹൃദയവേദനയോടുകൂടി മാത്രമേ ഈ കാഴ്ച നമുക്ക് കണ്ടു തീർക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ഇന്നലെ ഇതേ സമയത്ത് സ്വന്തം സഹോദരൻ്റെ ക്രൂരതയ്ക്ക് മുൻപിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലായിരുന്നു അഫ്സാൻ എന്നുള്ളതും വൈകാരികമായ ഒരു കാഴ്ചയായി, വൈകാരികമായ ഒരു സംഭവമായി മാറും. താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് പേരുമലയിൽ നിന്ന് അഫ്സാന്റെ അവസാന യാത്ര അതിങ്ങനെ തുടരുകയാണ്. അഫ്സാന്റെ കുടുംബ പള്ളിയാണ്, അല്ലെങ്കിൽ ഈ അഫ്സാന്റെ പിതാവിൻ്റെ കുടുംബം അവിടെയായിരുന്നു, ആ ഭാഗത്താണ്. അവിടേക്കാണ് അവസാനമായി താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലാണ് അവസാനമായ അഫ്സാനും ഖബറൊരുങ്ങുന്നത്. അല്പസമയത്തിനുള്ള സംസ്കാര ചടങ്ങുകൾ, ഖബറടക്കം അതവിടെ നടക്കും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.